തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സെലീനാമ്മയുടെ കല്ലറ അല്പസമയത്തിനുള്ളിൽ തുറന്ന് പരിശോധിക്കും. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് കല്ലറ പൊളിക്കാൻ തീരുമാനമായത്. മൃതദേഹത്തിൽ മുറിവുകളുണ്ടെന്നും ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. അഞ്ജു ജയപ്രകാശുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, വിവരങ്ങൾ. ആതിര, വലിയ തരത്തിലുള്ള ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും ഒപ്പം തന്നെ മകനും നൽകിയിട്ടുള്ള പരാതി, പാറശാല പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സെലീനാമ്മയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. നിലവിലിപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ഈ സെലീനാമ്മ മരണം രേഖപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ 18-ാം തീയതി നിലവിലിപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് വിഭാഗവും ഒപ്പം ഫോറൻസിക് വിഭാഗവും ഈ പരിസരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും. ഈ 17-ാം തീയതിയാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തുടർന്ന് 18-ാം തീയതി തന്നെ ഈ എല്ലാവിധ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ട് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും ആ ചർച്ചിന് മുന്നിലാണ്, മണിവിളയിലുള്ള ഈ ചർച്ചിലാണ് കബറടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ മൃതദേഹം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ മകനോടും ബന്ധുക്കളോടും ശരീരത്തിൽ ചില മുറിവുകളും പാടുകളും കണ്ടു എന്നും ഒപ്പം തന്നെ ആഭരണങ്ങൾ ഉൾപ്പെടെ ശരീരത്തിൽ ഇല്ല എന്നും മകനോട് പറയുന്നത്. അതിനുശേഷമാണ് ഈ മകൻ ഇത്തരത്തിൽ ആഭരണങ്ങൾ ഉൾപ്പെടെ വീട്ടിൽ ഉൾപ്പെടെ തിരയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 5 പവനോളം വരുന്ന ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് കാണാനില്ലെന്നും ഇത്തരത്തിൽ മുറിവുകൾ സംശയമുണ്ടാകുന്നു, ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകൻ ആരോപിച്ച് ഇത്തരത്തിലൊരു പരാതി പാറശാല പോലീസിൽ നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുകയും അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വീട്ടിൽ സഹായിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ സെലീനാമ്മ മരിച്ച് കട്ടിലിൽ കിടക്കുന്നത് ആദ്യം കാണുന്നത്. തുടർന്നാണ് മകനെയും ബന്ധുക്കളെയും വിളിച്ച് വിവരം പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇവരെല്ലാവരും, ഈ സെലീനാമ്മ വീട്ടിൽ തനിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതൊപ്പം ഈ മരണത്തിൽ ഇത്തരത്തിൽ ശരീരത്തിൽ കണ്ട പാടുകൾ അത് എന്ത് സംഭവിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നതിന്റെ സംശയം ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പാറശാല പോലീസിലേക്ക് ഒരു പരാതിയുമായിട്ട് മകൻ എത്തിച്ചേരുന്നത്. ആ പരാതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ബന്ധപ്പെട്ട് കളക്ടറുടെ അനുമതി തേടിയതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നതും. ഇന്ന് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. നിലവിൽ 3 ഫോറൻസിക് സർജൻമാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഫോറൻസിക് വിഭാഗത്തിന് മൃതദേഹം കൈമാറും. ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പാറശാല പോലീസും വ്യക്തമാക്കുന്നത്. ദുരൂഹത, ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കം ചെയ്യാനാണ് നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുന്നത്. ഒരു 2 മണിക്കൂറിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ട് ചിലപ്പോൾ ഈ വിശദീകരണം നൽകിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര, മരണമെന്നുള്ള ധാരണയിൽ ആദ്യം ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തുന്നു. പിന്നീട് ഈ ആഭരണം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുടുംബം ഇങ്ങനെ ഒരു ദുരൂഹത അതിൽ ആരോപിക്കുന്നത്. കുടുംബം ആരെയെങ്കിലും സംശയിക്കുന്നുണ്ടോ അഞ്ജു? അതായത് അതിന് നിലവിൽ സംശയിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നും കുടുംബ പോലീസിനോട് പങ്കുവെച്ചില്ല. കാരണം ഈ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 2 മക്കളും വേറെ വേറെ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ അമ്മ തനിച്ചായതിനെ തുടർന്ന് ഈ വീട്ടിന് സഹായത്തിനായിട്ട് ഒരു സ്ത്രീ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ സെലീനാമ്മയെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്നാണ് ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കുന്നത്. 75 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണെന്നാണ് ആ നിമിഷം ബന്ധുക്കൾ ഉൾപ്പെടെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൃതദേഹം കുളിപ്പിക്കുന്നതിനിടയിലാണ് ബോഡിയിൽ ചിലയിടങ്ങളിലുള്ള ചതവും പാടുകളും ഉൾപ്പെടെ ചില സ്ത്രീകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ അന്ന് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കബറടക്കം ഉൾപ്പെടെ, അതായത് എല്ലാ ചടങ്ങുകൾക്കും ശേഷം മൃതദേഹം അടക്കം ചെയ്തതിനു ശേഷമാണ് മകനോടും ബന്ധുക്കളോടും ഈ കാര്യം ഇവർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണ് സംശയമുയർന്നതും വീട്ടിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 5 പവനോളം
പവനോളം വരുന്ന ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെന്നും ഇത്തരത്തിൽ പാടുകൾ ശരീരത്തിൽ കണ്ട പാട് അത് സാധാരണ സ്വാഭാവിക മരണമല്ല എന്നൊരു സംശയം കുടുംബത്തിന് ഉണ്ടാവുകയും അതിനെ തുടർന്ന് പാറശാല പോലീസിനെ സമീപിക്കുകയും ഒരു പരാതി നൽകുകയും ചെയ്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താണ് മരണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ദുരൂഹത നീക്കാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെ ശ്രമിക്കുന്നത്. എന്തായാലും കല്ലറ തുറക്കുന്ന നടപടികൾ അടക്കം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ളതാണ്. പോലീസുകാരും ഫോറൻസിക് വിദഗ്ധരും അടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അഞ്ജുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.